പറഞ്ഞു. ഉം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, കണ്ണ് തുറന്നു. ആ സമയം എന്റെ ബോഡി പെയിൻ കംപ്ലീറ്റ് എനിക്ക് ഒന്നുമില്ല പിന്നെ. പക്ഷെ ഉം. എനിക്ക് സ്നീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല ഉറക്കക്ഷീണം തോന്നിയിട്ട് ഉം. ഞാൻ കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ ഞാന് ഇത്രയും നന്നായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ നന്നായിട്ട് ഞാൻ എഴുന്നേറ്റു. ഉം. അതെനിക്കൊരു നല്ല അനുഭവമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഓവറായിട്ട് ഒന്നും എക്സൈറ്റ്മെന്റ് ഇല്ല. ഉം. ഒരു ഓവറായിട്ട് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും വിഷമിക്കുകയോ ഒന്നുമില്ല. എല്ലാം ഒരു ന്യൂട്രാലിറ്റിയാണ്. എപ്പോഴും ഇപ്പോഴും ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നു. ഒരു നിയന്ത്രണവുമില്ല. ആരെയും നിയന്ത്രിക്കുന്നില്ല. അതെനിക്ക് എന്റെ ഒരു ക്യാരക്ടറായി മാറി ഇപ്പൊ. കാരണം കുറേ വഴികളിലൂടെ സഞ്ചരിച്ചു ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. ഈ ഒരു വഴിയിലെത്തി. അത് നന്നായി. തന്നെയാണ് എനിക്ക് എപ്പോഴും സത്യം പറഞ്ഞാല് 24 അവേഴ്സ് എപ്പോഴും നമ്മുടെ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എസ്എമ്മിന്റെ സർവീസ് ഉണ്ട് 24 അവേഴ്സ്. എപ്പോ വിളിച്ചാലും കൂടെയുണ്ട്. അത് അതൊരു നല്ല രക്ഷിതാവ് വിശ്വാസം. തരുന്നതാണ്. അത് രക്ഷിതാവ് അതെ, തരുന്നതാണ്. രക്ഷിതാവ്. അതെ, ഉം. അതെ തീർച്ചയായിട്ടും. ആ ഒരു വഴി ഈ ഒരു വഴിയിലൂടെ അതായത് എസ്എം ഈ ഒരു വഴികാട്ടിയായി വന്നിട്ട് ഞങ്ങളെ രക്ഷിതാവിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയല്ല. ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ഞാൻ എസ്എമ്മിനോട് എപ്പഴും സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നില്ലെങ്കിലും, പക്ഷെ ഞാൻ എപ്പഴും എനിക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്. എസ്എം എന്നെ ശാസിക്കുന്നുണ്ട്. എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. ഉം. അപ്പൊ ഈ ക്ഷമ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചെവിടെയാ. അതുപോലെ തന്നെ ഓരോ കോഴ്സിൽ ചെയ്യുമ്പോഴും പറയുന്നത് നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറയുന്നുണ്ട് അവരൊക്കെ. ഉം. പക്ഷെ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു നിമിഷത്തില് കാരണം അടുത്ത നിമിഷം നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ആ രക്ഷിതാവിലേക്കുള്ള സമർപ്പണം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും ആ ഒരു സമർപ്പണത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഓരോരോ കാര്യങ്ങള് യാഥാർത്ഥ്യം അറിയുമ്പോഴ് സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഇങ്ങനെ ഒരു നല്ല രീതിയില് നമ്മുടെ മനസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ പോലും സറണ്ടർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായും. അങ്ങനെയുള്ളൊരു ഇതുവരെ ആ സറണ്ടർ ചെയ്യണം. ഓക്കെ. അതെ. താങ്ക് യു സം. താങ്ക് യു അല്ല ലവ് യു സം. താങ്ക് യു വേണ്ട. എല്ലാവരോടും സ്നേഹം. ലവ് അതെ, മാത്രം അതെ. മതി. ഓക്കെ. അതെ. എല്ലാവരോടും സ്നേഹം. എല്ലാവരോടും അതെ. ആ ഒരു സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയ തീർച്ചയായിട്ടും, കാര്യം. തീർച്ചയായിട്ടും. കേട്ടോ. ഒരുപാടുണ്ട്. സം മിറാക്കിൾസ് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഒരുപാട് ഹാൻഡ് റൈസ് ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് ഇനിയും വന്ന് പറയാം. ഓക്കെ. ആയിക്കോട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജാതിയിലേട്ടോ, നിങ്ങളുടെ മതത്തിലേട്ടോ, നിങ്ങളുടെ വർഗത്തിലേട്ടോ, ആണോ പെണ്ണോ, തലയിൽ തുണിയിട്ടിട്ടുണ്ടോ, തൊപ്പിയിട്ടിട്ടുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും കെട്ടിടത്തിന്റെ നേരെ കുനിയുന്നുണ്ടോ, നിവരുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും കല്ലിന്റെ നേരെ വട്ടം കറങ്ങുന്നുണ്ടോ, നിങ്ങൾ കല്ലിന്റെ ചുറ്റും കറങ്ങുന്നുണ്ടോ, ഇതൊന്നും നിങ്ങളുടെ രക്ഷിതാവ് പരിഗണിക്കുന്നില്ല. 100% ഞാൻ ഉറപ്പോടുകൂടി പറയുന്നു. വേണമെങ്കിൽ അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ മതത്തിലേട്ടോ, ജാതിയിലേട്ടോ, ആണിലേട്ടോ, പെണ്ണിലേട്ടോ ഒന്നും, ഇതാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, ഇതാണ് മുഹമ്മദീയ കോൺഷ്യസ്നസ്, ഇതാണ് ശ്രീകൃഷ്ണ കോൺഷ്യസ്നസ്. ബാക്കിയുള്ളതൊന്നുമല്ല. ബാക്കിയുള്ളതൊക്കെ ഇവർ എഴുതി വെച്ചേക്കണയാണ്. അതില് വലിയ കെണികൾ ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വലിയ കെണികൾ നിങ്ങൾക്കായി. എല്ലാ മനുഷ്യരെയും ഞാൻ തെറ്റിക്കും എന്ന് പറഞ്ഞ ആള് എല്ലാത്തിലും കെണി ഒട്ടിച്ചിട്ടുണ്ട്. ഒരു നിയമവും പറഞ്ഞു തന്നിട്ടില്ല. നിയമമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണെയാണ്. ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയില്ല. ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഷളായി പോകും. അതെന്നെ കൊണ്ട് പറയിക്കരുത്. അത് പറഞ്ഞാൽ വഷളായി പോകും. പഠിക്കുക, നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ, ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ എന്നാ ഭൂമി മുഴുവൻ ഒരുപോലെയാണ്. നമ്മുടെ രാജ്യമായതുകൊണ്ട് നമുക്ക് പ്രത്യേകതയുടെ സ്നേഹമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. ഒന്നുമില്ലാന്ന് അതൊക്കെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. അതുകൊണ്ട് പറയാത്തയാ. അത് മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂല്ലോ. സത്യം പറയുമ്പോഴും ആളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരദവും ഇല്ല.
ഒരദബും ഇല്ല. രക്ഷിതാവ് നിങ്ങളെ ശിക്ഷിക്കില്ല. അങ്ങനെ ശിക്ഷിക്കും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങ് കാണിക്കുക. ആകത്തില്ല. ഇന്ന് യെസ്. തന്നെ അത് വിശദമാക്കി പറയാനോ? ഇന്ന് തന്നെ ഞാൻ ഈ ആൾക്കാരുടെയൊക്കെ മുമ്പില് ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് കണക്ഷൻ ആണെന്ന്. അവരൊക്കെ നിങ്ങളെ സഹായിക്കാനുള്ളതാണ് കേട്ടോ. അവരൊക്കെ നിങ്ങളെ സഹായിക്കാനുള്ളതാണ്. ഡയറക്റ്റ് കണക്ഷനാണ് പ്രവാചകന്മാർക്കും മനുഷ്യർക്കും. അതില്ല. യെസ്. ഉം. ഞാൻ 5 മാസം കഴിഞ്ഞു ഇരിക്കാൻ തുടങ്ങിയിട്ട്. മെയിൻ പ്രശ്നം പറഞ്ഞാൽ ജോബ് ഉം. ആയിരിക്കും. ഒരു മിനിറ്റ്. എന്റെ പൊന്നു മനുഷ്യ, ഇത്രയും ശക്തിയുള്ള ഈ നിങ്ങളുടെ രക്ഷിതാവിന് ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ടോ വന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്? എന്തുവാടേ ഇത്? ഇതൊക്കെ വല്ലവനും എഴുതി വെച്ചേക്കണം, അതും വായിച്ചു വെച്ചോണ്ട് വന്നേക്കാം. ആ, പറ. യെസ് നാളെ വെറുതെയാണ് ഈ യുക്തിവാദികളിട്ട് ഈ ഫുട്ബോൾ കെട്ടുന്നത്. പറ.